ക്ഷമിക്കൂ അമ്മ. അമ്മയ്ക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിച്ചു. എന്റെ സഹോദരി സഹോദരന്മാർ എന്നിൽ അർപ്പിച്ച വിശ്വാസം പോലും നിറവേറ്റാൻ കഴിഞ്ഞില്ല. ചേച്ചേ, അങ്ങനെയൊന്നും പറയരുത്. ഈ റാങ്ക് എടുക്കാൻ നീ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. എത്ര ദിവസം നീ ഉറക്കളിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സീറ്റ് തീർച്ചയായിട്ടും കിട്ടും. മെഡിക്കൽ സീറ്റ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. പക്ഷേ എന്നേക്കാൾ കുറഞ്ഞ റാങ്കുള്ളവർക്കും സീറ്റ് കിട്ടി. എനിക്കെന്താ അമ്മ കിട്ടാത്ത? ആ പണിയുടെ കൊണ്ടുവച്ചിട്ട് വന്നേക്ക്. വേഗം ആട്ടെ, ആരെങ്കിലും വരും. വേണ്ട അമ്മേ, ഇവന് നമ്മളെ കൂടെ കൊണ്ടുപോയാൽ എന്താ അമ്മേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു കുട്ടിയുമായിട്ട് അവിടെ ചെന്ന ആ ഗ്രാമവാസികളെല്ലാരും ചേർന്ന് പുറത്താക്കില്ല നമ്മളെ. എന്ത് ചെയ്യും നമ്മള്? എവിടെ പോകും? നമ്മളെങ്ങനെ ജീവിക്കും? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമ്പോളെ അവനിവിടെ ഉപേക്ഷിക്കുക. എന്നാ ഞാൻ ഇവിടെ തന്നെ നിന്ന എന്തേലും ജോലി ചെയ്ത ഇവന് പോറ്റിക്കോളാം. നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാമേ. ഇത്രയും വലിയ ക്രൂരത നിറഞ്ഞ ഈ ലോകത്ത് ഈ കൈക്കുഞ്ഞുമായി നീ എങ്ങനെ ജീവിക്കും പറ? ഞാൻ പറയുന്നത് കേൾക്കുമോളെ. നീ അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ തലകുനിയുന്ന അവസ്ഥയായില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കൈയോട്ടേക്ക് താ കുഞ്ഞിനെ. ഞാൻ പറയുന്ന ആലോചിക്കും മോളെ. താ കുഞ്ഞിനെ. ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല, ഞാൻ ഉപേക്ഷിക്കില്ല. അമ്മേ വേണ്ട, വേണ്ട അമ്മേ. അമ്മ മോനെ, മോനെ ഞാൻ പറയുന്ന കേക്ക്. വേണ്ട അമ്മേ. അമ്മേ വേഗം നടക്ക്. ആരാ അത്? വേഗം നടക്ക്. നിങ്ങൾ ആരാ? ആരാന്നാ ചോദിച്ചേ? ഇന്ന് മറ്റൊരു കുഞ്ഞും കൂടി അനാഥയായിരിക്കുകയാണ്. ആ താണജാതിയിലെ പെൺകുട്ടി ഈ കുഞ്ഞിനെ അനാഥയായി ഇവിടെ വിട്ടിട്ട് പോയിരിക്കുന്നു. ഒരു രാജകുമാരനെ പോലെ അച്ഛനമ്മമാരുടെ മടിയിൽ കളിക്കേണ്ട ഈ കുഞ്ഞ് ഇന്ന് അനാഥനായിരിക്കുന്നു. അച്ഛനമ്മമാർ തെറ്റ് ചെയ്തതുകൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ പെണ്ണാണെന്നുള്ള കാരണം കൊണ്ടോ നിർഭാഗ്യവശാൽ അച്ഛനമ്മമാർ മരിച്ചതുകൊണ്ടോ മാനസിക നില തകരാറിലായതുകൊണ്ടോ ഇതുപോലുള്ള എത്രയോ കാരണങ്ങൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അനാഥരാവുകയാണ്. എന്ത് കാരണമായാലും ശരി, തെറ്റാരുടേതായാലും ശിക്ഷ മാത്രം ഈ കുഞ്ഞുങ്ങളാണ് അനുഭവിക്കുന്നത്. ഇവനെ കാണാൻ ഉദയസൂര്യനെ പോലെയുണ്ട്. ഇവനെ നമുക്ക് ആദിത്യൻ എന്ന് വിളിക്കാം. ആദിത്യ, നല്ല പേര്. അമ്മയുടെ മാറിന്റെ ചൂട് പറ്റിക്കിടക്കേണ്ട ഈ കുഞ്ഞ് ഭൂമിദേവിയെ അമ്മയായി കരുതി ആ അമ്മയുടെ മടിയിൽ കിടക്കുകയാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന നിയമമുള്ള നമ്മുടെ ഈ നാട്ടിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ നിഷ്കളങ്കരായ കുട്ടികൾ ശിക്ഷിക്കപ്പെടുന്നത്? തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിക്കുന്ന ജയിൽ പുള്ളികൾക്ക് പോലും ടൈം ടേബിൾ അനുസരിച്ച് എല്ലാം കൃത്യമായി കിട്ടുന്നു. നല്ല ആഹാരം, മെഡിക്കൽ ചെക്കപ്പ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഇവർ മാത്രം ദുരിതം നിറഞ്ഞ ജീവിതം അനുഭവിക്കുന്നു. രാജമ്മേ, മോളുടെ പനി കുറയുന്നേ ഇല്ല. ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. സൂക്ഷിച്ച്. നമസ്കാരം. നമസ്കാരം. വരൂ. ഇരിക്കൂ. താങ്ക്സ്. ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം ഇവിടെയുള്ള ഒരു കുഞ്ഞിന് ജീവിതം കൊടുക്കണമെന്നുള്ള നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾ അനാഥരാണെന്ന് ഞങ്ങൾ പറയാറേ ഇല്ല.
അച്ഛനും അമ്മയും നാട്ടിൽ പോയിരിക്കുകയാണ്, പെട്ടെന്ന് തിരിച്ചു വരുമെന്നാണ് പറയാറ്. ഇപ്പൊ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ കുഞ്ഞിനോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളൊരു പുതിയ ജീവിതം കൊടുക്കുകയാണ്. ഞങ്ങൾ അവൾക്കല്ല, അവൾ ഞങ്ങൾക്കാണ് ജീവിതം തരുന്നത്. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എല്ലാ സന്തോഷം ഇവൾ തന്നെയാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം. താങ്ക് യു. വാ 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 വാ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ നിന്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുമെന്ന്? ഇതമ്മ, ഇതച്ഛൻ. മോളെ ഇങ്ങ് വന്നേ. ഇത് നോക്കിക്കേ, ഈ ചോക്ലേറ്റ് വാങ്ങിച്ചോ. ഇത് മോൾക്കാ. വാങ്ങിച്ചോ? ഇന്നാ മോളെ, ഇങ്ങ് വാ. മോക്ക് അമ്മ ഇഷ്ടായോ? ഇങ്ങ് വരുമോളെ. ശരി, മോളെ നല്ലോണം നോക്കിക്കോണേ. തീർച്ചയായും. പോയിട്ട് പോയിട്ട് വരട്ടെ. വരട്ടെ. താങ്ക് യു. ബൈ. പൊന്നുമോക്ക് ഐസ്ക്രീം വേണോ? ആദിത്യ, എന്റെ അച്ഛനും അമ്മയും എപ്പോഴാ അമ്മ വരുന്നേ? തീർച്ചയായിട്ടും വരും. അവർ കുറെ ദൂരം പോയിരിക്കല്ലേ, അതുകൊണ്ടാ വരാൻ സമയം പിടിക്കുന്നത്. എനിക്കറിയാം, ഞാൻ കറുത്തതായതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഇവിടെ വിട്ടേച്ച് പോയതാ. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആരാ നിന്നോട് പറഞ്ഞത്? എനിക്കറിയാം, അവരിനി വരില്ല. വന്നില്ലെങ്കിൽ സാരമില്ല, ഞാൻ പഠിച്ച് പഠിച്ച് വലിയൊരു ഡോക്ടർ ആവും. ഇവിടെ ഉള്ളവർക്ക് എന്ത് അസുഖം വന്നാലും മരുന്ന് കൊടുക്കും. ആദിത്യ, ആദിത്യ, മോനെ ആദിത്യ പറഞ്ഞ കേക്ക്, വാതിൽ തുറക്ക്. തുറക്കാനേ പറഞ്ഞേ. തുറക്ക് മോനെ. ആദിത്യ, ആദിത്യ വാതിൽ തുറക്ക്. മോനെ ആദിത്യ, ആദിത്യ, ആദിത്യ വാതിൽ തുറക്കാൻ. ആദിത്യ, തുറക്ക് വേഗം. ആദിത്യ, ആദിത്യ ഇങ്ങോട്ട് മാറ്. എന്താ കാണിക്കുന്നെ? ആദിത്യ, പറയുന്ന കേക്ക്. ആദിത്യ, ആദിത്യ കരയരുത്. നിന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജീവിതം എന്ന ഈ പോരാട്ടത്തിൽ നിന്നും ഒളിച്ചോടാൻ പാടില്ല. നിനക്കായിട്ട് ചില ആദർശങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണോ നിന്റെ ആദർശം? ഇങ്ങനെയാണോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്? തോൽവിക്ക് മുൻപിൽ ഒരിക്കലും നീ തലകുനിയാൻ പാടില്ല. വിജയത്തിനു വേണ്ടി എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കണം. നിനക്കുള്ളിലുള്ള ആത്മധൈര്യവും ഫൈറ്റിംഗ് സ്പിരിറ്റും നീ ഒരിക്കലും കൈവിടരുത്. നിന്നേക്കാൾ റാങ്ക് കുറവുള്ള സ്റ്റുഡൻസിന് സീറ്റ് കിട്ടിയെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാ അവന് റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവന് സീറ്റ് കിട്ടി. നീയും ജാതി സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാ, അപ്പൊ നോക്കാം. നിങ്ങൾ പറഞ്ഞു വരുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇവർക്ക് എങ്ങനെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ഏത് ജാതിയിലാണ് പിറന്നതെന്ന് അറിയാൻ വേണ്ടി അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ ആരുടെയെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഇതൊന്നുമില്ലാതെ തരാൻ പറ്റില്ലെന്നേ. ഇനി നിങ്ങൾ എത്ര തന്നെ എന്നെ നിർബന്ധിച്ചാലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർക്കാർ കാര്യങ്ങളൊക്കെ താങ്കൾക്കും അറിയാവുന്നതല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന ഓഫീസേഴ്സിൽ പോയി കാണ്. അനാഥർക്ക് റിസർവേഷൻ വേണോ വേണ്ട എന്നാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാ ഗവൺമെന്റ് ജോലികൾക്കും റിസർവേഷൻ വേണമെന്നാണോ? തീർച്ചയായിട്ടും. ഈ കുട്ടികളുടെ സത്യാഗ്രഹത്തിന്റെ മുന്നിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമോ? കളിച്ചു നടക്കുന്ന പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് സമുദായത്തിന്റെ പിന്തുണ വേണം. അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവരെ താലോലിക്കാനും സ്നേഹം നൽകാനും ആരുമില്ല. ഇവരെ താരാട്ടുപാടി ഉറക്കാൻ അരികിൽ അമ്മയുമില്ല. തണലായി കൂടെ നിൽക്കാൻ അച്ഛനുമില്ല. ഇവർക്ക് പറയാനുള്ളത് ദുരിതങ്ങളുടെയും കണ്ണീരിന്റെയും കഥ മാത്രമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ അരപ്പട്ടിണിയോടുകൂടി ജീവിത പോരാട്ടം നടത്തുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് സമുദായത്തിന്റെ അംഗീകാരം ലഭിക്കുമോ? നമുക്ക് നോക്കാം. There is possibility
that some of them may join hands with lawbreakers. യഥാർത്ഥത്തിൽ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് സ്നേഹമാണ് വേണ്ടത്. അത് അച്ഛനമ്മമാരിൽ നിന്നും സമുദായത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. പിന്നെ സർക്കാരിന്റെ സഹായം ഉണ്ടാവണം. പക്ഷേ ഈ അച്ഛനും അമ്മമാര് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ സമുദായവും സംരക്ഷിക്കാറില്ല, സർക്കാരും സംരക്ഷിക്കാറില്ല. ഇവർക്ക് ഗവൺമെന്റിന്റെ സഹായം വളരെയധികം ആവശ്യമാണ്. If we don't extend our supportive hand to the downtrodden people of the society, they end up in doing illegal activities, antisocial activities, and for that matter, terrorist activities. The flight of the abandoned orphans is miserable because they don't have any parents, they don't have any caste, they generally do not have self-confidence. The word orphan itself is one way insulting the child. Just because there is no father and mother does not mean that there is no society in which they are living. Society itself has to play the role of the parent. So I think government has to step in ippudu and they have to take an initiative and bring in education for these children. കുട്ടിക്കാലത്ത് പേരൻസിനെ പിരിഞ്ഞ് നമ്മൾ ഇരുന്നിട്ടുണ്ടോ? എങ്കിൽ ആലോചിച്ച് നോക്കൂ, പേരൻസ് ഇല്ലാത്ത കുട്ടികളെ പറ്റി. ഈ കുട്ടികൾ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങളെ മനസാക്ഷിയുള്ളവരെല്ലാരും അംഗീകരിക്കുന്നു. MP പരമശിവൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഈ കൊച്ചുകുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ച് സത്യാഗ്രഹം ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? പറയൂ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇവന്റെ പേര് ആദിത്യൻ. നമസ്കാരം സർ. നമസ്കാരം. ഇവൻ ജനിച്ചപ്പോ തന്നെ ഇവന്റെ അമ്മ ഇവനെ ഈ അനാഥാശ്രമത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി. വളരെ പരിമിതികളുള്ള ഞങ്ങളുടെ ആശ്രമത്തിലാണ് ഇവൻ വളർന്നു വന്നത്. വലുതാകുമ്പോ ഡോക്ടർ ആകണമെന്നുള്ള ലക്ഷ്യത്തോടെ എത്രയോ കഷ്ടപ്പെട്ടാണ് അവൻ പഠിച്ചത്. +2 മാത്രമല്ല, MSET-ലും നല്ല മാർക്കാണ് ഇവൻ വാങ്ങിച്ചത്. വെരി ഗുഡ്. ഇവൻ ഏതെങ്കിലും കോർപ്പറേറ്റ് കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് ഇവന് കിട്ടിയേനെ. അത് ശരിയാ. കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുപോലത്തെ കുട്ടികളെ ദത്തെടുത്ത് അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കൊരു നല്ല ഭാവി ഉണ്ടാവും. ഈ കാര്യത്തെ ഒരു കാരുണ്യത്തോടെ എല്ലാവരും കാണണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒരു കോർപ്പറേറ്റ് കോളേജിലും ചേർന്ന് പഠിക്കാതെ ഞങ്ങളുടെ ഈ കുട്ടി നല്ല മാർക്ക് വാങ്ങിച്ചിരിക്കുന്നു സർ. എന്നിട്ടും അവന് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല. ഓഹോ, എന്തുകൊണ്ട് കിട്ടിയില്ല? അതിന് കാരണം ഇവനൊരു അനാഥനാണ്. പേയ്മെന്റ് സീറ്റ് വാങ്ങാനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. ഫ്രീ സീറ്റ് കിട്ടാൻ ഇവന് റിസർവേഷനും ഇല്ല. നമ്മുടെ നാട്ടിൽ SC, ST, BC, മൈനോറിറ്റി എന്നിങ്ങനെ ഓരോ ജാതിക്ക് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് സർ. വിദ്യാഭ്യാസം, ജോലി, പ്രൊമോഷൻ, എന്തിന് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പോലെ റിസർവേഷൻ ഉണ്ട് സർ. എന്നാൽ താഴെ തട്ടിലുള്ള ഈ അനാഥ കുട്ടികൾക്ക് എന്ത് റിസർവേഷനാണുള്ളത്? നിങ്ങൾ തന്നെ പറയണം സർ. യഥാർത്ഥത്തിൽ ഇവർ റിസർവേഷൻ അർഹതയുള്ള താണജാതിയിൽ ജനിച്ചവരാണെങ്കിൽ പോലും അത് കാണിക്കാനുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കാരണം ജീവിതകാലം മുഴുവനും ഒരു ആനുകൂല്യവും ലഭിക്കാതെ ഇവരുടെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അനാഥർക്ക് കുലമഹിമ ആവശ്യമില്ല. ഇവർക്കെല്ലാവർക്കും വേണ്ടത് അവകാശമാണ്. അച്ഛന്റെയും അമ്മയുടെയും പരിലാളനം കിട്ടാത്തവരാണിവർ. ആർക്ക് ജനിച്ചു, എന്തിനു വേണ്ടി ജനിച്ചു എന്നറിയാത്ത ഹതഭാഗ്യർ. ഇവരെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് റിസർവേഷൻ കിട്ടാനുള്ള എല്ലാ അവകാശവും ഇവർക്കുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് വിദ്യാഭ്യാസത്തിലും ജോലിയുടെ കാര്യത്തിലും ഇവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിക്കണം. SC, STക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ അനാഥർക്ക് കിട്ടണം. അത് സത്യമാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായി. ഇവന്റെ സ്ഥിതി മറ്റുള്ളവർക്കും വരാത്തതുപോലെ എന്റെ ഈ പദവിയിലിരുന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യും. ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ചില ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നത് സത്യമാണ്. അത് പരിമിതമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ, തന്റേതായ ഒരു വ്യക്തിത്വം നിലനിർത്തി മുന്നേറണമെങ്കിൽ ഇനിയും കുറെ സഹായങ്ങൾ ആവശ്യമാണ്. ഈ കുഞ്ഞുങ്ങളിൽ നിന്നും ദത്തെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. 3/4 ആശ്രമത്തിൽ അനാഥരായിട്ടാണ് കഴിയുന്നത്. ഗവൺമെന്റ് ഇവർക്ക് 18 വയസ്സുവരെ മാത്രം കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങൾ കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ?
ഉപരിപഠനം കഴിഞ്ഞവർ പോലും ജോലി കിട്ടാതെ വിഷമിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ് വരെ പഠിച്ച ഈ കുട്ടികൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ പറയണം സർ. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഡിമാൻഡ്. 21 വയസ്സ് കഴിയുന്നതുവരെ ഇവർ ആശ്രമത്തിൽ തന്നെ കഴിയാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരണം. അതുമാത്രമല്ല, ഉദ്യോഗം കിട്ടുന്നതുവരെ തൊഴിലില്ലാത്തവർക്ക് കൊടുക്കുന്ന വേതന ഇവർക്ക് കൊടുക്കണം. ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി എത്രയോ പേര് എത്രയോ വിധത്തിൽ പോരാട്ടം നടത്തുന്നുണ്ട് സർ. പക്ഷേ ന്യായം കിട്ടുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കായി മുൻകൈയെടുത്ത് പോരാടുന്ന നിങ്ങൾ തന്നെ ഇവർക്കായി എന്തെങ്കിലും ചെയ്യണം സർ. തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഈ പ്രശ്നത്തിനെ പറ്റി എനിക്ക് വളരെ നന്നായി അറിയാം. കുറെ നാളായി ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതൊരു നാടിന്റെയോ സംസ്ഥാനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല. ഇതിനൊരു തീരുമാനം പാർലമെന്റിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിനെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കാം. എന്നാലാവുന്നത് എന്ത് ഞാൻ ചെയ്യും. നമസ്കാരം. നന്ദി സർ. പ്രതീക്ഷയോടിരിക്കുന്ന ഈ കുട്ടിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമോ? നമ്മൾ എല്ലാരും ചേർന്ന് പ്രയത്നിച്ചാൽ അവന്റെ ആഗ്രഹങ്ങൾ സാഫല്യമാകും. യഥാർത്ഥത്തിൽ ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. ഇത് ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് അനാഥ കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്. വരൂ, മനുഷ്യജന്മമെടുത്ത നമ്മളിൽ ഒരാളായ ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് നല്ലത് നടക്കാൻ വേണ്ടി ഈ സാമൂഹിക പ്രശ്നം നമുക്ക് ഏറ്റെടുക്കാം. ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ അഡ്രസ്സിൽ പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ടതാണ്. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതം വിടരട്ടെ. നന്ദി, നമസ്കാരം.